സിജോ സാർ നമസ്കാരം. നമ്മുടെ ഇസ്രായേലും നമസ്കാരം. ഇറാനും തമ്മിലുള്ള യുദ്ധം പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നായി. പക്ഷെ കഴിഞ്ഞ ദിവസം സംഘർഷഭരിതമായി. യഥാർത്ഥത്തിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരുന്നത് പല സംഘടനകളായിരുന്നു, ഭീകരവാദ സംഘടനകളായിരുന്നു എങ്കിൽ ഈ സംഘടനകളെ എല്ലാം ഫണ്ട് ചെയ്യുന്ന ഇറാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേലിന്റെ പ്രോക്സി സംഘടനയാണല്ലോ ഹിസ്ബുള്ള എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ ഇറാൻ ഹിസ്ബുള്ളയുടെ തലവനെ തട്ടിക്കളഞ്ഞപ്പോൾ തന്നെ, ഇസ്രായേൽ തട്ടിക്കളഞ്ഞപ്പോൾ തന്നെ ഇറാൻ വലിയ രീതിയിൽ അസ്വസ്ഥമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് മാത്രമല്ല, ടെഹ്റാനിൽ കയറി ഇസ്മായിൽ ഹനിയെ വധിച്ചപ്പോൾ ഇറാൻ അസ്വസ്ഥമായി. പേജർ ബോംബ് ആക്രമണത്തിൽ ഇറാന്റെ അംബാസിഡറുടെ കണ്ണു പൊട്ടിത്തെറിച്ചപ്പോൾ ഇറാൻ വലിയ രീതിയിൽ അസ്വസ്ഥമാവുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇറാൻ അകത്തുള്ള ചാര സംഘടന, അതായത് ഇസ്രായേലി ചാരന്മാർ അകത്തു നിന്ന് ഇറാനെ ഒറ്റിക്കൊടുക്കുന്നത് കാണുമ്പോൾ അസ്വസ്ഥമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും ഇറാൻ ഓൾറെഡി അസ്വസ്ഥമായിരിക്കുകയാണ്. എങ്കിലും ഇറാൻ ഒരു തിരിച്ചടിക്ക് മുതിർന്നിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇറാൻ അകത്തു നിന്നുള്ള ചില സംഘടനകൾ തന്നെ ഇറാൻ ആണവ പദ്ധതി പുനരുജ്ജീവിപ്പിക്കണം എന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള എന്താണ് വലിയ രീതിയിലുള്ള ടോക്കൊക്കെ അതിനകത്ത് നിന്ന് വരുന്നു. അതിനുശേഷം റഷ്യയുടെ സഹായം തേടുന്നു. അപ്പൊ റഷ്യ സഹായിക്കില്ല എന്ന് പറയുന്നു എന്നാണ് എന്റെ അറിവ്. നമുക്കറിയാം, റഷ്യ തന്നെ അവിടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇറാന്റെ കയ്യിൽ നിന്നാണ് ഇപ്പൊ മിസൈൽ വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോ ഏത് നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടാകും എന്നറിയാമായിരുന്നു. അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാൻ പോകുന്ന ഇതൊന്നുമല്ല. ഈ ഇസ്രായേൽ തിരിച്ചടിക്കുമോ, ഇറാൻ ഇസ്രായേൽ യുദ്ധം വരുമോ, യുദ്ധം വന്നാൽ എങ്ങനെയായിരിക്കും, അതിന്റെ എന്താണ് അതിന്റെ മുഴുവനായിട്ടുള്ള ആ ഒരു ഡയമെൻഷനെ കുറിച്ച് നമ്മൾ പല ആൾക്കാർ പല ചാനലുകളിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ അമേരിക്കയുടെ ഇതിനകത്തുള്ള റോൾ എന്താണ്? യഥാർത്ഥത്തിൽ അമേരിക്ക എന്താണ് പശ്ചിമേഷ്യയിൽ? അമേരിക്കയ്ക്ക് നമുക്കറിയാം, ട്രംപ് ഉണ്ടായിരുന്ന സമയത്ത് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ ട്രംപ് ശ്രമിച്ചിരുന്നു എന്നാണ് എന്റെ ഒരു വിശ്വാസം. ട്രംപ് ആ സമയത്ത് ഇസ്രായേലും ബഹ്റൈനും ഒക്കെ ആയിട്ടുള്ള UAE-യുമായിട്ടൊക്കെ ഉള്ള ഒരു ഒരു ടൈപ്പിന് ട്രംപ് ശ്രമിച്ചിരുന്നു. പക്ഷെ ബൈഡൻ വന്ന ശേഷം അതിഭീകരമായിട്ട് പലയിടത്തും യുദ്ധവും പശ്ചിമേഷ്യയിൽ അടക്കം സാഹചര്യങ്ങൾ മുഴുവനായിട്ട് കലുഷിതമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അമേരിക്കയ്ക്ക് ഇതിനകത്ത് എന്താണ്, അവിടെ ഒരു യുദ്ധം തീരരുത് എന്ന് അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ടോ? എന്താണ് തോന്നുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക ടാർഗറ്റ് ചെയ്ത, അതായത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ടാർഗറ്റ് ചെയ്ത കുറേ രാജ്യങ്ങളുണ്ട്. ഒന്ന് സിറിയ, ഒന്ന് ഇറാഖ്, അതേപോലെ ഒന്ന് നമ്മുടെ യമൻ. ഗദാഫിയുടെ രാജ്യം ഉണ്ടല്ലോ. ഗദാഫിയുടെ രാജ്യം യമൻ അല്ല, ലിബിയ. ഈജിപ്റ്റ് 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 ലിബിയ, ലിബിയ, ഈജിപ്റ്റ്. സോറി, ലിബിയ. പിന്നെ ഈജിപ്തില് നമ്മള് മുല്ലപ്പൂ വിപ്ലവമൊക്കെ, അതിന്റെ എല്ലാം പുറകില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ചാരസംഘടനകളുണ്ട്. അതായത് ഉം. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, അതായത് അവരുടെ ഫണ്ടിങ് ഏജൻസീസിനെ ഉപയോഗിച്ച് മുസ്ലിം ബ്രദർഹുഡിനൊക്കെ പൈസ ഇറക്കി കൊടുത്തിട്ടാണ് അത് നടക്കുന്നത്. അപ്പൊ ഈ മുല്ലപ്പൂ വിപ്ലവം പോലെ ഒരെണ്ണമാണ് ഇറാനിലും അമേരിക്ക ഉദ്ദേശിക്കുന്നത്. കാരണം ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ്, അതായത് മിഡിൽ ഈസ്റ്റിലെ ഉം. ഏറ്റവും വലിയ രാജ്യങ്ങളൊന്നാണ്. പിന്നെ എണ്ണയുണ്ട്, ഇഷ്ടം പോലെ മിനറൽസ് ഉണ്ട്. ഉം. ഇവര് അമേരിക്ക പറയുന്ന പോലെ അത്ര വലിയ കുഴപ്പക്കാരനായ രാജ്യമല്ല ഇറാൻ. ഉം. അതായത് നിങ്ങൾക്കറിയാലോ, ഇറാഖില് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അടിച്ചിട്ട് ഇപ്പൊ അത് ഫുള്ള് തീവ്രവാദികളുടെ കേന്ദ്രമാക്കി കളഞ്ഞ, ഒരു പലതായിട്ട് ഡിവൈഡ് ചെയ്തു. അവിടെയുള്ള ഓയിൽ ഫീൽഡ്സ് മൊത്തം അമേരിക്കൻ കമ്പനീസ് പ്രോക്സികളെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യും. അപ്പം അവർക്ക് അടുത്തത് വേണ്ട, അതായത് ലിബിയയ്ക്കും ഇറാഖിനും സിറിയയ്ക്കും ഒക്കെ ശേഷം, സിറിയയിൽ ചീറ്റിപ്പോയി, അത് റഷ്യ ഇടപെട്ടുകൊണ്ടാണ് അമേരിക്കൻ ഇൻട്രസ്റ്റ് കുറെയൊക്കെ ചീറ്റിപ്പോയി. പക്ഷെ ഇവിടെയൊക്കെ ഉള്ള ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് അടുത്തത് അവരുടെ ലക്ഷ്യം ഇറാനാണ്. അപ്പൊ ഇറാനിൽ അവർക്ക് കുറെ താല്പര്യങ്ങളുണ്ട്. ഇറാനിൽ അവരെന്ത് ചെയ്തു, ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നോർത്ത് ഈസ്റ്റിലൊക്കെ അവരുടെ ചില ആൾക്കാർ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് വിഘടനവാദത്തിന് ഉണ്ടാക്കുന്ന ഒരു ട്രിഗർ ഒക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ, ഇറാൻ ഏകദേശം ഒരു 30% ആൾക്കാർ അവരെ മതം മാറ്റുകയും വിശ്വാസം മാറ്റുകയും ഒക്കെ ചെയ്തു. ആക്ച്വലി അങ്ങനെ അതിൽ എനിക്കൊരു കാര്യം വിശദമായിട്ട് ചോദിക്കാനുള്ളത്, അതായത് ഇറാൻ ഒരു മുസ്ലിം രാജ്യമാണ്. അപ്പൊ ഇറാനിൽ മറ്റൊരു മതം വളരുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ പോലും ന്യൂനപക്ഷങ്ങൾ എന്തോരം പീഡനം അനുഭവിക്കുന്നു, ബംഗ്ലാദേശിൽ എന്തോരം പീഡനം അനുഭവിക്കുന്നു. അതേസമയം ഇറാൻ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിലും വലിയ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള രാജ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടെ ഇത്ര വലുതായിട്ട് ക്രിസ്ത്യാനിറ്റി വളരുന്നത് എന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഡൗട്ടാണ്. അത് അതിന് ഉത്തരം കാണണമെങ്കിൽ ഇതിന്റെ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി നമ്മൾ മനസ്സിലാക്കണം. അതായത് ചൈനയാണ് ലോകത്തെ ഏറ്റവും നന്നായിട്ട് മറ്റ് അതായത് സാംസ്കാരിക മതപരമായിട്ടുള്ള കടന്നുകയറ്റത്തെ ഏറ്റവും നന്നായിട്ട് തടയുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന രാജ്യം. പക്ഷെ ചൈനയിലൊക്കെ അണ്ടർഗ്രൗണ്ട് ചർച്ചസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. എന്തിന്, ഇന്ത്യയിൽ നിന്ന് തന്നെ പലരും എന്നാ സിംഗപ്പൂരും അതേപോലെ തന്നെ തായ്വാനിലും ഒക്കെ ചെന്നിട്ട് പിന്നെ കപ്പലിനൊക്കെ പോയി ഇടപാട് നടത്തുന്ന ഒരു പരിപാടി ഉണ്ട് ചൈനയിൽ. ചൈനയിൽ തന്നെ അണ്ടർഗ്രൗണ്ട് ചർച്ചസ് ഇഷ്ടം പോലെ.
ഏഹ് ഉം. അത് ചൈന നടക്കുമെങ്കിൽ ഇറാൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ രാജ്യമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ കുഴപ്പക്കാരായിട്ടുള്ള രാജ്യമല്ല അത്. ഇറാൻ നമുക്കറിയാലോ ശരിക്കും ഒരു മിഡിൽ ഈസ്റ്റിന്റെ സാംസ്കാരിക, അതായത് സ്വരാഷ്ട്രീയ സംസ്കാരം എന്നൊക്കെ പറയുന്ന അതുണ്ടല്ലോ പഴയ പാഴ്സികളുടെ ഉം. ഒക്കെ, ഉം. അതിന്റെയൊക്കെ ക്രേഡിലാണ് ഇറാൻ. അതായത് ആ ഉം. സംസ്കാരം ഇറാഖിലും മെസ്സപ്പൊട്ടോമിയ, ഇറാന്റെ ചില ഭാഗങ്ങൾ ഒക്കെയാണ് ഇതിന്റെ ഒരു സെന്റർ. അതില് ഒരു ഇസ്ലാമിക് ഇൻവേഷൻ അവർ വന്നു, അവര് മജോറിറ്റി ആയിട്ട് അവർ മാറി, ഈ ബിലീഫ്സ് എല്ലാം നശിച്ചു പോയി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനൊരു സാംസ്കാരിക അടിത്തറയുള്ള ഒരു രാജ്യമാണ്. ഉം. അതായത് സാംസ്കാരിക അടിത്തറയുള്ള രാജ്യങ്ങളെ എല്ലാവർക്കും പേടിയാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെ കോടിക്കണക്കിന് റെഡ് ഇന്ത്യൻസിന്റെ ചോരയിലും ശവത്തിലും പണിതുയർത്തിയ ഒരു സെറ്റപ്പ്. അതെ. അവർക്ക് പ്രത്യേകിച്ച് സംസ്കാരമൊന്നുമില്ല. അവർക്കറിയാവുന്ന സംസ്കാരം എന്നാ, അതായത് ഇംഗ്ലണ്ടിൽ നിന്നും സ്പെയിനിൽ നിന്നും അല്ലെങ്കിൽ യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിൽ ഇവിടെ എത്തി അവിടെയുള്ള ഉം. മനുഷ്യരെ എല്ലാം കൊന്നൊടുക്കി അവരുടെ ഉം. മേലെ ആധിപത്യം സ്ഥാപിച്ച് പുതിയൊരു രാജ്യം ഉണ്ടാക്കി. അപ്പം ഉം. അവർക്ക് സാംസ്കാരികമായിട്ട് ഉന്നതി അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ തകർക്കുക. എന്തുകൊണ്ടാണ് 1200 വർഷം അല്ല 1600 വർഷങ്ങളായിട്ട് ഇവിടെ വന്ന പല മതങ്ങളും അല്ലെ 2000 വർഷമായിട്ട് പല മതങ്ങളും ഉം. ഇന്ത്യനെ കോൺകർ ചെയ്യാൻ പറ്റാത്തത്? മേ ബി കുറച്ച് പോർഷൻസ് അടർത്തിയെടുത്തു, അല്ലെങ്കിൽ ഉം. കുറച്ചുപേരെ കൺവേർട്ട് ചെയ്തതിന് അപ്പുറം ഇന്ത്യ സ്റ്റിൽ ഹിന്ദുയിസ്റ്റിക് ആയിട്ട് നിലനിൽക്കുന്ന കാരണം എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സിവിലൈസേഷൻ. ഏഹ് ഉം. അതല്ല, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അന്യഗ്രഹ ജീവികളെ കുറിച്ചൊക്കെ സിനിമ എടുക്കുന്ന രാജ്യം ഏതാണ്? അമേരിക്ക. അമേരിക്ക, ഏഹ് ഹോളിവുഡ്. ഹോളിവുഡ്. അപ്പൊ അമേരിക്കൻ പ്രോക്സി മീൻസ് അറിയില്ല അമേരിക്കനുള്ള. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതായത് അവിടുത്തെ ആൾക്കാരുടെ മാനസിക തലത്തിൽ, അതായത് ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ ഒരു അന്യഗ്രഹത്തിൽ നിന്നുള്ള ഒരു ജീവി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉം. ഇന്ത്യക്കാർക്ക് അതിന് വലിയ അതിശയോക്തിയൊന്നുമില്ല. കാരണം നമുക്ക് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഈ ഗ്രഹങ്ങൾ കിടന്നിട്ടുള്ള യാത്രകളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള കഥകളുണ്ട്. മേ ബി ഇമാജിനേഷൻ തന്നെ കൂട്ടിക്കും. പക്ഷെ ഉം. അമേരിക്കനെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു സംസ്കാരം ഇല്ലാത്തതുകൊണ്ട് അവരുടെ ക്യൂരിയോസിറ്റി ലെവലിൽ പോകാവുന്ന മാക്സിമം അതൊക്കെയാണ്. കാരണം വെച്ചാൽ ഉം. നമുക്ക് അതിലുണ്ടാകുന്നതിനേക്കാളും കൂടുതൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട്സ് അവർക്കുണ്ടാകും. അതുകൊണ്ടാണ് ഉം. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടുപോയി 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വിട്ടു എന്നുള്ള മാനസികമായിട്ടുള്ള ഇലൂഷൻസിന്റെ പേരിലുള്ള കഥകളൊക്കെ കൂടുതൽ പുറത്തെടുക്കും. നമ്മുടെ നാട്ടിൽ ആരെയും കൊണ്ടുപോകാൻ തന്നെ ഇതന്നെ ഇതിലൂടെ വരുമ്പോൾ അമേരിക്കയിലോട്ട് മാത്രമേ പോവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഉം. വന്നതല്ല, അതായത് ഇറാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഒരു സംസ്കാരമുണ്ട്. ആ മിഡിൽ ഈസ്റ്റിലെ സംസ്കാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഴ്സികളുടെ ഒരു സംസ്കാരമായിരുന്നു. പലതരത്തിലുള്ള, അതായത് ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, ഇന്ത്യയിലെ മുരുകന്റെ ഒരു കോൺസെപ്റ്റ് ഒക്കെ യസീദികളുടെ ഇടയ്ക്കുണ്ട്. സ്വരാഷ്ട്രീയ ഉം. യസീദി, അതായത് അറിയാലോ ഐസിസ് കൊന്നു കളഞ്ഞ അവരുടെ ഇടയ്ക്കുണ്ട്. അതേപോലെ ആ ഒരു സിവിലൈസേഷനെയാണ് അവർ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസിയല്ല. അതായത് ഉം. ഇറാൻ കോൺകർ ചെയ്യുക അത്ര ഈസിയല്ല. ഇറാൻ കോൺകർ ചെയ്യേണ്ടത് അമേരിക്കന്റെ പെട്രോൾ ഡോളർ എക്കണോമി അതേപോലെ ഇൻടാക്ട് ആയിട്ട് നിലനിർത്താനും മിനിമം അവർക്കൊരു ബാർഗനിങ് പവർ ഈ ആ മേഖലകളിൽ, അതായത് നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ എന്നുള്ള ഒരു ഇതാണ്. അതായത് പണ്ട് നിങ്ങൾക്കറിയാം മിഡിൽ ഈസ്റ്റിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആരാണ് അവിടുത്തെ പോലീസ്? അമേരിക്കയാണ് പോലീസ്. അമേരിക്കയാണ് പോലീസ്. ഇപ്പം അമേരിക്കയാണ് പോലീസ്. അപ്പൊ പോലീസ് എന്നുള്ള ഇതിൽ കോൺസെപ്റ്റിൽ ഇപ്പൊ വളരെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ അമേരിക്ക അല്ല അവിടുത്തെ പോലീസ്. ഇസ്രായേലിന്റെ കാര്യം നോക്കുന്നു, എന്നാ ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കുന്നു. യു എ അത് മുഹമ്മദ് ബിൻ സൽമാൻ വീണ്ടും, അതായത് ഒരു മതം എന്നതിനപ്പുറം അറേബ്യൻ നാഷണലിസം, അതായത് അറബികളുടെ ഒരു നാഷണലിസം ഉള്ള രീതിയിലാണ് പുള്ളി മുന്നോട്ട് പോകുന്നത്. കാരണം അവരുടെ സംസ്കാരത്തിൽ ഊന്നിട്ട് മുന്നോട്ട് പോകാൻ പുള്ളി ശ്രമിക്കുന്നു. ഇന്ത്യയായിട്ടും മറ്റേ റഷ്യയായിട്ട് വരെയും ചർച്ചകൾ നടത്തുന്നു. അപ്പം ഈ പെട്രോൾ ഡോളർ, അതായത് ഈ ഡോളറിന്റെ അപ്രമാദിത്യം, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അമേരിക്ക ഒരു മാനുഫാക്ചറിങ് കൺട്രിയാണ്. അമേരിക്കയുടെ എല്ലാ മാനുഫാക്ചറിങ്ങും നടക്കുന്നത് ചൈനയിലാണ്. ഒരു രാജ്യത്തിന്റെ ഫുള്ള് മാനുഫാക്ചറിങ് ചൈനയിൽ നടക്കുമ്പോൾ എങ്ങനെയാണ് ആ രാജ്യം ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിട്ട് സ്റ്റിൽ നിലനിൽക്കുന്നത്? അത് ആ ഡോളറിന്റെ പവറാണ്. അതായത് ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന റിസർവ് കറൻസി ആയിട്ടുള്ള ഡോളറിന്റെ ആണ് ഇത് ഒരു ആ മൈറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ഡോളറിന്റെ മൈറ്റ് തകരുക എന്നല്ല ഞാൻ പറയുന്നത്. അതായത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഡോളറിന് പകരം പുതിയൊരു കറൻസി വരും, അല്ലെങ്കിൽ എന്നാ യുവാൻ വരും, അല്ലെ രൂപ വരും, അല്ലെ റൂബിൾ വരും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ശരിക്കും ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. അതായത് ഇപ്പം
ധനുഷ് ഇപ്പൊ കൈ കൊണ്ട് പൈസ അല്ലെങ്കിൽ ക്യാഷ് കൈ കൊണ്ട് തൊട്ടിട്ട് ഇപ്പൊ എത്ര ദിവസമായി? അതായത് ക്യാഷേ മിക്കതും കയ്യിലില്ലേ? ഇപ്പൊ നമ്മള് അതെ പേഴ്സിന് പകരം നമ്മുടെയൊക്കെ നമ്മള് പേഴ്സിന് പകരം നമ്മള് ഫോൺ എടുത്തൊന്നല്ലേ നോക്കുന്നത്? എല്ലാം ഫോണിലുണ്ടല്ലോ, എല്ലാം ഡിജിറ്റലല്ലേ? അത് അതെ എല്ലാം ഡിജിറ്റലായി. അപ്പൊ ആ ഡിജിറ്റൽ ആകുമ്പോൾ ഡിജിറ്റൽ മണി എന്ന് പറയാം. അതായത് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് അപ്പോൾ പൈസയ്ക്ക് ഇത്ര മൂല്യം കൽപ്പിക്കുന്നു, ഇറാന്റെ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിന്റെ റിസർവ് ബാങ്ക് ഇത്ര മൂല്യം കൽപ്പിക്കുന്നു. ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കറൻസിക്ക് വലിയ ഉം, എന്താ പറയാ വലിയ പ്രസക്തി ഒന്നും ഇല്ലാതെ ആവുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്ത് എവിടെ പോയാലും നമ്മുടെ മോദിജി പറയുന്നത് നമ്മുടെ UPI അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ ഫുൾ സിസ്റ്റം നിങ്ങൾക്ക് എല്ലാം ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് തോന്നുന്നു കേൾക്കുമ്പോൾ വളരെ ഇപ്പൊ തന്നെ 30ഓളം രാജ്യങ്ങൾ, ഇപ്പൊ നരേന്ദ്രമോദി പോകുന്ന രാജ്യങ്ങളെല്ലാം 30ഓളം രാജ്യങ്ങളിൽ നമുക്ക് UPI സംവിധാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പൊ UAE-ലൊക്കെ പോകുമ്പോൾ ഉണ്ട്. നമുക്ക് നമ്മുടെ ഇന്ത്യൻ മണിയിൽ പേ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അവിടെ UPI QR കോഡൊക്കെ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. തോന്നുന്നല്ല ഉണ്ട്. അതായത് കുറെ രാജ്യങ്ങളിലുണ്ട്. അപ്പം ഇങ്ങനെ രാജ്യങ്ങൾ ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിൽ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ പ്ലാറ്റ്ഫോം വഴി എല്ലാം പോകാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഡോളറോ അല്ലെങ്കിൽ രൂപയോ അല്ലെങ്കിൽ റൂബിളോ ഒന്നും അവിടെ പ്രസക്തമല്ല. അതിന്റെ മൂല്യം എത്ര എന്നുള്ളത് മാത്രമേ പ്രസക്തമുള്ളൂ. അതായത് സ്വർണ്ണമാണല്ലോ എല്ലാത്തിന്റെ ബേസ്. അപ്പം അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോളറിന്റെ പ്രസക്തി നഷ്ടപ്പെടും. അല്ല ഡോളറിന് പകരം കറൻസി വരികയല്ല. അപ്പൊ ഇറാനെ പോലെയുള്ള ഇത്ര വലിയ സൈസുള്ള ഒരു രാജ്യം കോൺകർ ചെയ്യാന്നുള്ളത് അവരുടെ മിലിറ്ററി ഡോക്ടറിനിലുള്ളതാണ്. അതായത് നമ്മൾ പറയില്ല, ധനുഷൻ ഒരു വാർത്ത ചെയ്യുന്ന ഞാൻ കണ്ടു. അതായത് ബംഗ്ലാദേശിന്റെ കുറച്ച് പോർഷൻ, അതായത് മറ്റേ ചിറ്റഗോങ് ഹില്ല് ഏരിയ നമ്മൾ പിടിക്കണമെന്നുള്ളതാണ്. നമുക്കത് പിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ പിടിക്കും എന്ന് പറയുമ്പോൾ അതിനൊരു സാധ്യത ഞാൻ കാണുന്നത് അങ്ങനെയല്ല. അതായത് അവിടുത്തെ ഹിന്ദുക്കളെ ആ മേഖലകളിലോട്ട് മാറ്റുകയും അവിടെ ഒരു ഹിന്ദു ബംഗ്ലാദേശ് ആയിട്ട് നിലനിർത്തുകയും ചെയ്യാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. കാരണം നമുക്കൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയും വസുദേവ കുടുംബകം എന്നൊക്കെ പറഞ്ഞിട്ട് ലോകത്ത് എല്ലായിടത്തും പോയി മോദി പ്രസംഗിക്കുന്നുണ്ട്. അതിൽ നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, POK അക്സൈച്ചിന് ആ ഏരിയ നമ്മുടെയാണ്, അത് നമുക്ക് വേണം. ബാക്കി ലോകത്ത് ഒരു രാജ്യത്തെ നമ്മൾ ആക്രമിക്കൂല എന്നുള്ളതാണ് നമ്മുടെ അങ്ങോട്ട് കയറി ആക്രമിക്കൂല എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉറപ്പ്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു മേഖല ആ രീതിയിൽ നിലനിർത്താനായിരിക്കും നമ്മൾ ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതല്ല. അപ്പം ഈ US-ന്റെ മിലിറ്ററി ഡോക്ടറിലുള്ള പോലെ ഈ പറയുന്ന ഈ രാജ്യത്തെ തകർത്തെടുക്കേണ്ട അവരെ ആവശ്യമാണ്. അപ്പൊ ഹമാസിനെ ഇസ്രായേൽ അടിക്കുന്നതിനോട് US അത്ര സപ്പോർട്ടീവ് ആയിരുന്നില്ല. പക്ഷെ നെതന്യാഹു ഇസ്രായേൽ പറയുന്ന കേട്ടില്ല. പക്ഷെ സ്റ്റിൽ അവർക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അതായത് അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. നെതന്യാഹു അല്ല ഇസ്രായേൽ പറയുന്ന കേൾക്കാത്ത, നമ്മുടെ ബൈഡൻ പറയുന്ന ഇസ്രായേൽ കേട്ടില്ലെന്നാണ് ഉദ്ദേശിച്ചത്. അതായത് അമേരിക്ക പറയുന്നത് ഇസ്രായേൽ കേട്ടില്ല. അതായത് ഹമാസിന് ഫണ്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിന് ഫണ്ട് ചെയ്യുന്ന ഖത്തറായിരുന്നു. ഖത്തർ വഴിയായിരുന്നു ഫണ്ടിങ് വന്നത്. പിന്നെ മോസ്റ്റ് ഓഫ് പാകിസ്ഥാൻ ഒക്കെ ഫണ്ടിങ് വന്നിരുന്നു. പക്ഷെ ഇതില് കുറച്ച് അമേരിക്കൻ ഫണ്ട്സും ഉണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഇട്ടിട്ട് പോയ പല ആയുധങ്ങളും ഹമാസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഹമാസിനെ തീർത്തു കഴിഞ്ഞപ്പോ ഇവർക്ക് മുമ്പിൽ വെച്ച് ഞാൻ വിചാരിക്കുന്നത് അമേരിക്ക ഇവർക്ക് മുമ്പിൽ വെച്ച ആവശ്യം എന്താന്ന് വെച്ചാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ എതിരാളികളാണ് ഇറാൻ ആ മേഖലയിൽ. അപ്പം ഈ ഇറാന്റെ ഏറ്റവും വലിയ പ്രോക്സിയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മിലിറ്ററി സെറ്റപ്പിലോട്ട് വളർന്നു കഴിഞ്ഞു. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, സാധാരണ ആൾക്കാർ വിചാരിക്കുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ മാത്രമല്ല, അതൊരു മിലിറ്ററി സെറ്റപ്പ് ഉള്ള ഒരു ഇതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ബോംബ് പൊട്ടി അല്ല പേജർ പൊട്ടി മരിച്ചവരൊക്കെ അവരുടെ നേതാക്കന്മാരാണ്, അല്ലെ അവരുടെ റാങ്ക്സിലുള്ളവരാണ്. പക്ഷെ അത് വെറും ഒരു 10% താഴെയുള്ളൂ. അതായത് ബാക്കി 90% ഹിസ്ബുള്ള ബാക്കിയുണ്ട്. അപ്പൊ അമേരിക്കയുടെ ആവശ്യമാണ് ഇസ്രായേൽ വഴി ഇവരെ അടിക്കേണ്ടത്, ഹിസ്ബുള്ളനെ അടിക്കേണ്ടത്. ഹിസ്ബുള്ളനെ അടിക്കുന്ന സമയത്ത് ഇറാൻ ഇടപെടുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് അമേരിക്കക്ക് ഒരു റീസണായി ഇറാനെ അറ്റാക്ക് ചെയ്യാൻ. എന്റെ ഒരു ചോദ്യം എനിക്കുണ്ട്. അതായത് ഈ ഇറാനെ ഒരു ക്രിസ്ത്യൻ രാജ്യമായിട്ട് കൊണ്ടുവരാനാണോ ഇനിയിപ്പോ അമേരിക്ക പ്രധാനമായിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ താങ്കൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് പെട്രോ ഡോളർ എക്കണോമി, അതിന് ഇറാന് ഇപ്പോ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം നടക്കേണ്ടത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു ആവശ്യമാണ് എന്ന രീതിയിലാണല്ലോ താങ്കൾ പറഞ്ഞു വരുന്നത്. അമേരിക്കയുടെ ഒരു ആവശ്യം, പെട്രോ ഡോളർ എക്കണോമി, അത് ഈ യുദ്ധം ഉണ്ടാകുമ്പോൾ ഡോളർ ശക്തിപ്പെടും എന്നുള്ളതാണ് അതിന്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം.
കാരണം നമ്മളെ പല രാജ്യങ്ങളെല്ലാം ഇപ്പൊ ഇന്ത്യയാണ് അതിനൊരു തുടക്കം കുറിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. റഷ്യയുടെ കയ്യിൽ നിന്നും റഷ്യയുടെ റൂബിൾ ഇങ്ങോട്ട് തരുമ്പോൾ ഇന്ത്യയുടെ നമ്മുടെ കറൻസി നമ്മുടെ രൂപ അങ്ങോട്ട് കൊടുത്ത് നമ്മൾ എണ്ണ വാങ്ങിച്ച് കച്ചവടം ചെയ്തു തുടങ്ങി. പുറകെ സൗദി അറേബ്യയും ചൈനയും എല്ലാം വന്ന് അവരുടെ പൈസയ്ക്ക് കച്ചവടം ചെയ്തു തുടങ്ങി. അപ്പോ ഡോളറിന്റെ ഒരു അപ്രമാദിത്വം പല ഭാഗങ്ങളിൽ നിന്ന് അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ മിസൈൽ ഇസ്രായേൽ അങ്ങോട്ടേക്ക് വിട്ടപ്പോഴേ നമ്മൾ കണ്ടൊരു വാർത്ത എന്ന് പറഞ്ഞാൽ, ആദ്യം മിസൈൽ വിടുന്നതിന് മുമ്പേ ആദ്യം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് എണ്ണ വില കുതിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ക്രൂഡ് ഓയിലിന് 5% വില കൂടി, 10% വില കൂടി എന്നിങ്ങനെയുള്ള വാർത്തകളാണ് പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ അമേരിക്കയുടെ ഡോളർ അവർക്ക് ശക്തിപ്പെടുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അമേരിക്ക അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും ലോകരാജ്യങ്ങൾ എന്താണ് ഈ യുദ്ധം എന്ന് പറയുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു തലവേദനയാണല്ലോ. ഇപ്പൊ അവർക്ക് വലിയൊരു തലവേദന ആയതുകൊണ്ട് തന്നെ ഇറാൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറാൻ ഇന്ന് രാവിലെ ഇറാനിലെ ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ പറഞ്ഞത് നരേന്ദ്രമോദി ഇടപെടണം ഈ കാര്യത്തിൽ യുദ്ധം നിർത്താനുള്ള രീതിയിലാണ്. അതായത് ഇറാൻ ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇസ്രായേൽ വഴി അമേരിക്ക ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചിടുകയായിരുന്നു എന്നതാണ് പോയിന്റ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് ട്രംപ് അധികാരത്തിൽ വരുവാണെങ്കിൽ, അതായത് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വരുവാണെങ്കിൽ ഉക്രൈനിൽ നടക്കുന്ന യുദ്ധം സ്വിച്ച് ഇട്ട പോലെ നിൽക്കും. സ്വാഭാവികമായിട്ടും റഷ്യ കയറി അടിച്ചാൽ ഇവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കൻ ഇക്കണോമി ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്നത് മിലിറ്ററി ഇൻഡസ്ട്രി, അതായത് ഡിഫൻസ് കോൺട്രാക്ടേഴ്സിന്റെ ഓഹരിയുടെ പുറത്തും അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടിന്റെ പുറത്തുമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഉക്രൈൻ യുദ്ധം നിർത്തുന്ന സമയത്ത് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഒരു പ്രശ്നമില്ലെങ്കിൽ ഈ ഫണ്ട് ട്രാൻസ്ഫർ ബുദ്ധിമുട്ടാവും. അതായത് ട്രംപ് വന്നാലും ഈ യുദ്ധം നിർത്താൻ പറ്റൂല, തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റൂല. ഇപ്പം അമേരിക്കയിലെ ഒരു ഇലക്ഷൻ സമയമാണ് വരുന്നത്. അപ്പം പോകുന്നതിന് മുമ്പ് പരമാവധി, അതായത് ഇൻ കേസ് യുക്രൈൻ യുദ്ധം നിന്നാൽ പോലും ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്, അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതായത് അമേരിക്ക ഒരു രാജ്യത്ത് ഇസ്രായേലിന് യുദ്ധസഹായം കൊടുക്കുന്നു. ആരെ? ഇറാനെ അടിക്കാൻ വേണ്ടി. ഇറാനെ അടിക്കാൻ പോയി യുദ്ധസഹായം കൊടുക്കുമ്പോൾ ഇതിന്റെ 90% അമേരിക്കയിലെ ആയുധ വ്യാപാരികൾക്കാണ് പോകുന്നത്. അതാണ് അവരുടെ ഇന്റേണൽ ആയിട്ട് വാർ ഇക്കണോമി എന്ന് പറയും. അതായത് ഉക്രൈനിൽ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ട്രിഗർ ചെയ്തിടുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കും. അതൊന്ന്. ഈ ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് അതിപ്പോ ആ രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമാണ്, അവർക്ക് ആ രാജ്യത്ത് ഒരു ഇസ്ലാമിക നിയമങ്ങളോ അല്ല ഇസ്ലാമിക രാജ്യമായിട്ട് പോകാൻ അവർക്ക് അവകാശമില്ല. അതില് എല്ലായിടത്തും ഈ ജനാധിപത്യം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവിടെ ഞങ്ങൾ പറയുന്ന പോലെ ഭരിക്കണം, അല്ലെ ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, അതായത് ഇസ്രായേലിയുടെ പട്ടാളക്കാര് കുറെ എന്തോ ആയിക്കോട്ടെ, അവര് തീവ്രവാദികളോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ആൾക്കാരോ ആയിക്കോട്ടെ, നിരത്തി നിർത്തി തുടർച്ചയായിട്ട് ഒരു 10-25 പേരെ ഒരു കുഴിയിലോട്ടിട്ട് അതിൻ്റെ അകത്തിട്ട് വെടിവെച്ചു കൊല്ലുവാണ്. അതിന്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവർ എന്താണെങ്കിൽ പോലും അത് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഇതായിട്ട്, കാരണം അവർ ചെയ്ത അട്രോസിറ്റീസ് അതിന്റെ അപ്പുറത്ത് കിടക്കുന്നു. അവരെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ പകയുണ്ട്. പക്ഷെ സാധാരണ പുറത്തുനിന്ന് നോക്കുന്ന ഒരു മനുഷ്യൻ, എന്നെ നിങ്ങളെയും പോലെയുള്ള മനുഷ്യൻ അവിടെ ഒരു കുഴിയിലോട്ട് ഇടുന്നു, അതിനെ വെടിവെച്ചു വിടുന്നു, അടുത്തവനെ കൊണ്ടേ കുഴിയിലിടുന്നു, അതിനെ വെടിവെച്ചു വിടുന്നു, കൂടത്തിൽ ടയറെല്ലാം ഇട്ടിട്ടുണ്ട്, അതിന് തീ കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഉരുകി പോകാനായിരിക്കില്ല ടയർ ഇട്ടിരിക്കുന്നത്, കൂടിയിടാനായിരിക്കും. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ ഈ മനുഷ്യർക്ക് മതത്തിനും അല്ലെങ്കിൽ ഈ പറയുന്ന വ്യാവസായിക താല്പര്യങ്ങൾക്കും എല്ലാം അപ്പുറത്ത് മനുഷ്യന്റെ ജീവൻ ഒരു വിലയുണ്ട്. അത് ഈ പറയുന്ന അമേരിക്കയും കൊടുക്കാറില്ല, തീവ്രവാദികളായിട്ടുള്ള സംഘടനകളും കൊടുക്കാറില്ല, ഈ പറയുന്ന മതം പറയുന്നവരോ അല്ലെ മതം ഉണ്ടാക്കാൻ നടക്കുന്നവരോ ഒന്നും കൊടുക്കാറില്ല. ഇതിൽ നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറച്ചു മുമ്പ് ധനുഷ് ചോദിച്ച ഒരു ചോദ്യം എന്നോട്, അതായത് ഇറാനെ ക്രൈസ്തവൽക്കരിക്കാനൊന്നും അല്ല അമേരിക്ക അവിടെ ഇതുണ്ടാക്കുന്നത്, അത് ഇൻഫിൽട്രേറ്റ് ചെയ്യുവാണ്. അതായത് അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾക്ക് ഈ ഐസിസ് എന്ന് പറയുന്ന സംഘടന, പണ്ട് കേരളത്തിലുള്ള സുഡാപ്പികളൊക്കെ പറയുമായിരുന്നു ഈ ഐസിസ് എന്ന് പറഞ്ഞ സംഘടന അമേരിക്കയുടെ ആണ്. അതൊരു പരിധിവരെ സത്യമാണ്. ഐസിസ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഫണ്ട് ചെയ്യുന്നത് ഖത്തർ വഴി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ്. കാരണം വെച്ചാൽ നിങ്ങൾ നോക്കുക, ഐസിസ് ആക്ടിവേറ്റ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അതിർത്തികൾ മാറ്റി വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ടയുടെ പുറകത്ത് ഉള്ളൊരു ഗെയിമാണ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ ഇതിലോട്ട് വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത്. ഇറാന്റെ കയ്യിൽ അണുവായുധങ്ങൾ ഉള്ളതായിട്ടൊന്നും ഇത് വരുന്നില്ല. കാരണം വെച്ചാൽ ഇറാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇറാനിൽ പോർട്ടുണ്ട്, നമുക്ക് ഇസ്രായേലിൽ പോർട്ടുണ്ട്, രണ്ടിടത്തും പ്രശ്നം നടന്നാൽ നമുക്ക് കുറെ സാമ്പത്തികമായ നഷ്ടങ്ങൾ വരാം. പക്ഷെ ഈ പറയുന്ന ഇതൊക്കെ നരേറ്റീവ്സിന്റെ പ്രശ്നമാണ്. അതായത് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും
നമ്മളതൊരു വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പം പുറമേ കാണുന്നല്ല ഇതിന്റെ ഉള്ള അകമയുള്ള സ്റ്റോറീസ് പലതും. അതായത് ഇറാനെ ഇപ്പം അറ്റാക്ക് ചെയ്യേണ്ടതും അവിടെ അവരുടെ റെജീം തകർക്കേണ്ടതും അമേരിക്ക ഉദ്ദേശിക്കുന്ന ഇറാനിൽ ഒരു മുല്ലപ്പൂ വിപ്ലവം പോലെ അല്ല ഇൻസൈഡ് ഒരു കേസ് ഉണ്ടാക്കുക, ബംഗ്ലാദേശിലൊക്കെ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കുക, കുറച്ച് ലീഡേഴ്സ് തട്ടിക്കളയുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഇറാന്റെ ഒരു ഇത്. പക്ഷെ അത് ലോകത്തിന്റെ താല്പര്യമൊന്നുമല്ല. ലോകത്തിന്റെ താല്പര്യമാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒക്കെ തോന്നുന്നത്, അല്ലെങ്കിൽ കുറച്ച് തീവ്രവാദികളെ കൊണ്ടുമ്പോ അവര് തീവ്രവാദികളാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ കണ്ണടച്ചു പോകുന്നതാണ്. അല്ലാതെ ഇറാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പന്നമായ ഒരു സംസ്കാരമുള്ള രാജ്യമാണ്. അത് തകർക്കുന്നത് കൃത്യമായ വ്യാവസായിക മിലിറ്ററി ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ വെച്ചിട്ടാണ്. അത് നമ്മള് എല്ലാത്തിനും എനിക്ക് തോന്നുന്നില്ല. അതിൽ വേറൊരു റിസ്കും കൂടെ ഞാൻ പറയാം. മിഡിൽ ഈസ്റ്റിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് ഈ പറയുന്ന ഫുള്ള് തീവ്രവാദികൾ ഇവര് തള്ളാൻ പോകുന്നത് അടുത്ത ആഫ്രിക്കയ്ക്കാണ്. ആഫ്രിക്കയ്ക്കൊക്കെ തള്ളി കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി അവിടെ എത്ര മനുഷ്യർ മരിച്ചാലും നമ്മുടെ ഒന്നും കണക്കിലോ പത്രത്തിലോ വേൾഡ് മീഡിയ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി ഈ ISIS പെട്ട അല്ലെങ്കിൽ തീവ്രവാദികളെല്ലാം ഈ ബോധമില്ലാത്ത നിങ്ങളെല്ലാം ആഫ്രിക്കയിലോട്ട് തള്ളി വിട്ടു കഴിഞ്ഞാല് അവിടെയുള്ള എത്രയായിരം പേര് കൊല്ലപ്പെടും. മാത്രമല്ല നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. മൊസാംബിക്കിലൊക്കെ ഗ്യാസ് ഫീൽഡിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഈ ഖത്തർ വഴി പണ്ട് നമുക്കിടെ ഖത്തറിൽ നിന്ന് നമ്മൾ ഗ്യാസ് വാങ്ങിക്കൽ കുറച്ച് ബഹുമാനം നമുക്കൊരു പണി തന്നതാണ് അവിടെ. അപ്പം ഇതിൽ ഈ മതത്തിന്റെ ഈ പല മതസ്ഥർക്കും ഒരു തെറ്റിദ്ധാരണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് മതപരിവർത്തനം നടത്താൻ പോകുന്നവനും മത തീവ്രവാദം നടത്താൻ പോകുന്നവനും മതത്തെ രക്ഷിക്കാൻ നടക്കുന്നവനാന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരു പലർക്കും ഉണ്ട്. അതായത് ഒരു 80% ആൾക്കാർക്കുണ്ട്. അത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം വെച്ചാല് അവരെ യൂസ് ചെയ്യണം, ഈ ബുദ്ധിയില്ലാത്തങ്ങളെ യൂസ് ചെയ്യുന്നു. പക്ഷെ എന്നിട്ട് ഇവരെന്താ കൂടെ നടക്കുന്നതിനുള്ളൊരു ചോദ്യമുണ്ട്. അവർക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല, വലിയ തിമിംഗലം പോകുമ്പോ തിമിംഗലത്തിന്റെ വാലയിൽ ഈ പരല് പോലെ പറ്റി പിടിച്ചിട്ട് വേറെ ചില മീനുകൾ പോകും, ചെറിയ സ്രാവുകള്, ചെറിയ ഇത്. കാരണം പാരസൈറ്റ് പോലെ അതുപോലെ വളരാൻ ശ്രമിക്കുന്നതാണ് അവര്. അത് ശരിക്കും ഈ മതങ്ങള് മനുഷ്യർക്ക് വേണ്ടി ആണെങ്കിൽ മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല ഇവര് ചെയ്യുന്നത്. ആ തെറ്റിദ്ധാരണ. അവസാനമായിട്ട് എന്റെ ഒരു ചോദ്യമുണ്ട്. ഇസ്രായേല് ഇറാനെ തിരിച്ചടിക്കുമോ, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഷോ ഓഫ് മാത്രമാണോ കാണിക്കുന്നത്? അതായത് ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കാൻ കുറച്ച് ഇറാനിലെ കുറച്ച് നേതാക്കന്മാരെ അല്ലെ ഹിസ്ബുള്ളയുടെ കുറച്ച് നേതാക്കന്മാരെ അവർ കൊന്നു. ഹിസ്ബുള്ളയുടെ 90% നേതാക്കന്മാരും അല്ല അതിന്റെ മിലിറ്ററി സെറ്റപ്പും ഒരു രാജ്യത്ത് മാത്രമല്ല, ലെബനോനിൽ മാത്രമല്ല, അത് ഇറാഖിലുണ്ട്, എന്തിനാ ഈ പാകിസ്ഥാന്റെ ബോർഡറിൽ വരെയുണ്ട്, ഖൈബർ പഷ്തൂൺ മേഖലകളിൽ വരെയുണ്ട്, ഇറാനിലുണ്ട്, സിറിയയിലുണ്ട്. സിറിയയിലെ ഷിയ ഗ്രാമങ്ങൾ മൊത്തം, അതായത് സിറിയയിലെ ഷിയ ഗ്രാമങ്ങൾ മൊത്തം ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലാണുള്ളത്. അതുകൊണ്ട് ഇവര് പറയുന്ന പോലെ അങ്ങോട്ട് അടിച്ചു തീർക്കലൊന്നും നടക്കുന്ന കേസൊന്നുമല്ല. പക്ഷെ അമേരിക്കയുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കാനും അവിടെ ഇറാനിൽ ഒരു മുല്ലപ്പൂ വിപ്ലവം അല്ലെങ്കിൽ പുറത്തുനിന്നൊരു ഇടപെടൽ നടത്താനോ ഭരണം മാറ്റിക്കാനോ ഒക്കെയുള്ള ഒരു ഇതിനപ്പുറം കൂടിപ്പോയി കഴിഞ്ഞാൽ ലെബനോന്റെ ഒരു അടുത്ത പർവ്വതനിരയോ അല്ലെ അടുത്ത ഒരു നദിയുടെ ഒരു റേഞ്ച് വരെയൊക്കെ ഇസ്രായേൽ പട്ടാളം കയറും. അത് കഴിഞ്ഞ് നിർത്തും. കാരണം അപ്പുറത്തോട്ട് തള്ളി ബോംബിട്ട് പുറകോട്ട് നീക്കിയിട്ട് നിർത്തി അവിടെ ഒരു ബഫർ സോൺ പോലെ ആക്കി എന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ യൂട്യൂബ് വീഡിയോയിൽ കണ്ടു, അതെവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാനാണ് ഇവര് ക്രിസ്ത്യാനികളെ നന്നാക്കാനോ മുസ്ലിമിനെ നന്നാക്കാനോ അല്ലെ പാഴ്സികളെ നന്നാക്കാനോ എന്നുള്ള ആളുകൾ. അവർക്ക് കൃത്യമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കലായിട്ടും സാമ്പത്തികമായിട്ടും വ്യാവസായികമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ നടക്കുന്നത്. അതില് പ്യൂർ ബിസിനസ്സേ ഉള്ളൂ. അതിന് മനുഷ്യന്റെ ജീവനും രക്തത്തിനും അല്ലെങ്കിൽ അവിടെ കൊല്ലപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികളുടെ ഒന്നും ഒരു വിലയില്ല. ജസ്റ്റ് ഇറ്റ് ഈസ് എ ഗ്ലോബൽ ടെററിസം. അതായത് അവിടുത്തെ ഹിസ്ബുള്ള ചെയ്യുന്നത് ടെററിസമാണ്. അവിടെ ഇപ്പൊ അമേരിക്കയുടെ നേതൃത്വത്തിൽ അവർ ചെയ്യുന്നത് ടെററിസമാണ്. ഒരു സ്റ്റേറ്റ് അത്ര ആൾക്കാരെ കൊല്ലാൻ നമുക്ക് അത് തീർത്തും മോശം മനുഷ്യത്വത്തിന് നിരക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ ഇപ്പൊ ഇസ്രായേൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും കൂടെ കൂടിയിട്ട് ഇറാനിൽ ഒരു മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാക്കും. കുറച്ച് നേതാക്കളെ കൊല്ലും, ഖമേനിനെയും കൂടെ കൊല്ലുമായിരിക്കും. അതിന്റെ അപ്പുറത്ത് അവർക്ക് വലിയൊരു ഇതിന് പോകാൻ പറ്റുന്ന സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള സാഹചര്യം ഇല്ല. ആൾക്കാർ പഴയതുപോലെ വില വെച്ച് കൊടുക്കില്ല. മാത്രമല്ല ഇതിനെല്ലാം ഈ പണ്ടത്തെ പോലെ ഒരു എതിർപ്പില്ലാതെ ഇതെല്ലാം നടത്തിയെടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി നിലവിൽ അമേരിക്കയ്ക്ക് ഇല്ലതായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.